മനുഷ്യരുണ്ട്. പാലങ്ങൾക്ക് കീഴിലൊക്കെ കഴിയുന്ന മനുഷ്യരുണ്ട്. പിന്നെ നിങ്ങൾ ചുറ്റുമൊന്ന് കണ്ടുപിടിച്ചാൽ മതി, ഈ കുഞ്ഞുങ്ങളുണ്ട് ഒത്തിരി. ഒരു പ്രിവിലേജഡ് അല്ലാത്ത ഒത്തിരി മക്കളിങ്ങനെ നമ്മൾ വണ്ടിയെ കുടിച്ചു പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും. ചുറ്റുപാടുകളിൽ നെയ്ബർഹുഡിലൊക്കെ പലർക്കും അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞോട്ടെ, സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 24 മണിക്കൂറിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക്, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ചെല്ലാമോ? അത് നമ്മളിങ്ങനെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീകൾക്കും ഫൈബറിൽ ഉണ്ടാക്കിയ ഉണ്ണീശോയ്ക്കും മാതാവിനും യേശുപിതാവിനും ഇടയന്മാർക്കും ഒക്കെ മധ്യേ ഇങ്ങനെ തല താഴ്ത്തി തലകുമ്പിട്ട് നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഒത്തിരി വിലപ്പെട്ടതാണ് ഈ ജീവനുള്ള പുൽക്കൂടുകളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാൻ പറ്റിയാൽ. അത് ഈ ജീവനുള്ള പുൽക്കൂടുകളുണ്ട്, ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും. സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് പോവാൻ പറ്റട്ടെ. ഏതെങ്കിലും ഒരു അണ്ടർ പ്രിവിലേജഡ് ആയിട്ട് തോന്നുന്ന ഒരു കുടുംബത്തിലേക്ക് ഒന്ന് കയറി ചെന്നിട്ട് ഒരു കേക്ക് കൊടുക്കാം, ഹാപ്പി ക്രിസ്മസ് പറയാം. അതുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കുറച്ച് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാം. സാമ്പത്തികമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഇനി ഒന്നും വേണ്ട, ഒരു പണമായിട്ടൊന്നും ഇതിനെ ബന്ധപ്പെടുത്തണ്ട. വെറുതെ നിന്ന് അവരുടെ വീട്ടിൽ ഇരുന്ന് വിശേഷമൊക്കെ ചോദിച്ച് പറ്റുമെങ്കിലൊന്ന് പ്രാർത്ഥിച്ച് ജീവനുള്ള പുൽക്കൂടുകളിലേക്ക് ഒരു യാത്ര പോവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്.